എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ നിമിഷം ആ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട്. എന്ത് കാര്യത്തിനായിരിക്കും അതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ ഗിനിപ്പന്നി എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. വ്യക്തിയെ മനസ്സിലോർത്ത് ഇഷ്ടമുള്ള ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ഈ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് എന്ത് കാര്യത്തിനായിരിക്കും ആ വ്യക്തി സങ്കടപ്പെടുന്നത്? നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്കതൊന്നും കേൾക്കുവാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടിയായിരിക്കും ആ വ്യക്തി നിങ്ങളെ ഇത്തരത്തിൽ കാണാൻ ശ്രമിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും ആ വ്യക്തി നിങ്ങളെ ഇത്തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? മനസ്സ് തുറന്ന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ പോകുന്ന ചില വഴികളിൽ വിയോജിപ്പുണ്ട്. വിയോജിപ്പ് മാത്രമല്ല, ആ വ്യക്തിക്ക് നിങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റായ വഴിയിലേക്ക് പോകുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇതൊന്നും ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിയോടോ നിങ്ങളുടെ രീതിയോടോ വിയോജിപ്പുണ്ട്. വെറുതെ ഒരു വ്യക്തിവൈരാഗ്യ നിമിത്തമുള്ള ഒരു വിയോജിപ്പല്ല. നിങ്ങൾ ഇത്തരത്തിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തി ഉപദ്രവിക്കുമോ? അല്ലെങ്കിൽ അവരെല്ലാം പിന്മാറി നിങ്ങളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം കലശലായിട്ട് ആ വ്യക്തിക്കുണ്ട്. കപടമായ സ്നേഹങ്ങൾക്ക് നിങ്ങൾ ഇരയാകുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നൊരവസ്ഥ ഇവിടെ സംജാതമാകാൻ പോകുന്നു എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. ഒരുപക്ഷെ അത് ആ വ്യക്തിയുടെ ഭയമാകാം, അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. പക്ഷെ ആ വ്യക്തി അത്തരമൊരു ദുഃഖത്തിലാണ്. ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഓവർ ആയിട്ടുള്ള സ്നേഹം കൊണ്ടും ആൻസൈറ്റി കൊണ്ടൊക്കെ തോന്നുന്നതാകാം. ചിലപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടില്ലായിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലതൊരു വേദനയായിട്ട് നിലവിലുണ്ട്. ആ വ്യക്തി അത് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകുമോ? നിങ്ങളെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളോട് ആ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് നേരെയാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ മറ്റേ തലക്കലിൽ നിന്ന് നിങ്ങളെ വലിക്കുന്ന ആളുകൾ, ആ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആ ചതിക്കുഴികൾ നിങ്ങളെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ് എന്ന് ഈ വ്യക്തി കലശലായി സംശയിക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മസംഘർഷമാണ്, ആത്മരോദനമാണിത്. നിങ്ങൾക്കെന്തെങ്കിലും ആപത്ത് പറ്റുമോ? നിങ്ങൾക്കെന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റുമോ? ഇപ്പോൾ നിങ്ങളെ പൊക്കി താങ്ങി നടക്കുന്ന ആളുകൾ ഭാവിയിൽ നിങ്ങൾ വഞ്ചിച്ചേക്കാം എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഉരുക്കമായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾ തള്ളിക്കളഞ്ഞതിലുള്ള വേദനയാകാം, ചിലപ്പോൾ പ്രണയമാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും വസ്തുതയാകാം. എങ്ങനെയാണെങ്കിലും ആ വേദനയോടെയാണ് ആ വ്യക്തി നിൽക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കുക ഈ വ്യക്തി ആരാണെന്ന്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കും ഈ വ്യക്തി. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ തന്നെ ആ വ്യക്തി ആരാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആരാ എന്ന് മനസ്സിലാക്കുക, എന്താണ് ആ വേദന എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അടുത്തതായിട്ട് പൂച്ചയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഒരു ദുഃഖം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയിലുണ്ട്.
അത് നിങ്ങളോട് തുറന്നു പറയുന്നതിന് ആ വ്യക്തിക്ക് ലജ്ജയോ നാണമോ ഭയമോ ഒക്കെ ഉണ്ട്. പക്ഷെ പറയാതിരിക്കാനും വയ്യ. എങ്ങനെ നിങ്ങളെ ഈ കാര്യം അറിയിക്കും? എങ്ങനെ നിങ്ങളെ ഈ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം എടുപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മസംഘർഷത്തിലാണ് ആ വ്യക്തി. സൗമ്യഭാവമാണ് ആ വ്യക്തിക്കുള്ളത്. ധൃതി പിടിച്ചുള്ളൊരു കാര്യമല്ല, വരാനിരിക്കുന്നൊരു കാര്യമാണ്. വരാനിരിക്കുന്ന ഒരു കാര്യം ഈ വ്യക്തി മനസ്സിൽ കാണുന്നത് പോലെ നിങ്ങളെക്കൊണ്ട് ഈ വ്യക്തിക്ക് തീരുമാനം എടുപ്പിക്കണം. അതുതന്നെയാണ് നന്മ എന്ന് കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ചതിയോ കളങ്കമോ ആരെങ്കിലും വഞ്ചിക്കണമെന്നോ ഇല്ല. അല്പസ്വല്പം ഉത്തരവാദിത്തക്കുറവും കാര്യങ്ങൾക്ക് വേണ്ടി പൊരുതാനുള്ള മനസ്സില്ലായ്മയും ഭയമോ നാണമോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിന്നും വലിഞ്ഞു മാറുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ അന്യായമായി ലാഭം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയൊന്നും ഈ വ്യക്തിയുടെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരുപക്ഷെ കണ്ണടച്ച് വിശ്വസിക്കാനും സാധിക്കും. അത്രത്തോളം മനസ്സിന് വിശാലതയുള്ളൊരു വ്യക്തിയാണ്, മനസ്സിന് ശക്തി പകരുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ അല്ല ആ വ്യക്തിയുടെ നീക്കം. പക്ഷേ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. ആ വ്യക്തി നിങ്ങളെ വിഷമിപ്പിക്കാനല്ല പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ചില പ്രതിസന്ധികൾ ആ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട്, ചില പ്രതിസന്ധികൾ ആ വ്യക്തിയിൽ ഉണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. സൗമ്യമായ ഒരു ഭാവത്തോടെ ജീവിക്കുകയാണ്. നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പോകുന്ന കാര്യം ആ വ്യക്തിക്കും ഗുണമുണ്ട്, നിങ്ങൾക്കും ഗുണമുണ്ട്. നിങ്ങളെപ്പോഴും ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ആ വ്യക്തിക്കുണ്ട്. ആർക്കും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ദുഃഖം അത് സംബന്ധിച്ചായിരിക്കാം. നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് ഇഷ്ടമോ പ്രണയമോ അല്ലെങ്കിൽ താല്പര്യമോ ഉണ്ടോ എന്നുള്ള സംശയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമോ ആ വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വേണം ആ വ്യക്തിക്ക്. പക്ഷെ അത് ധൈര്യത്തോടെ പറയാനും മടിക്കുന്നു. കാരണം നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത്. അതായത് മനസ്സിൽ പെട്ടെന്ന് ഈ അടുത്ത എവിടെയോ അല്ലെങ്കിൽ അടുത്തെപ്പോഴോ തോന്നിയൊരു ആകർഷണമാണ്. ഈ പ്രണയത്തിന് അല്ലെങ്കിൽ ഇഷ്ടത്തിന് ഒരു വലിയ പഴക്കമില്ല, പെട്ടെന്നുണ്ടായതാകാം. ഇനിയിപ്പോൾ അഥവാ വലിയ പഴക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധാരാളം നാളുകളായി തന്നെ ആ വ്യക്തി മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു ഇഷ്ടമാണെങ്കിലും ആ വ്യക്തി ഇതുവരെ അതിനെപ്പറ്റി പുറത്തു പറയാൻ നിങ്ങളുമായിട്ട് ആശയവിനിമയം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല, നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വാക്ക് കൊടുക്കാൻ സാധ്യതയില്ല. ആ വ്യക്തിക്ക് സംശയമുണ്ട് നിങ്ങളിത് അംഗീകരിക്കുമോ ഇഷ്ടപ്പെടുമോ എന്നുള്ള സംശയമുണ്ട്. 50-50 നിൽക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കാവുന്ന വിശ്വാസമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ തിരസ്കരിച്ചേക്കാവുന്ന പറയുന്ന ഭയവും ഈ വ്യക്തിക്കുണ്ട്. അങ്ങനെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. ഏതായാലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹ ആത്മാർത്ഥതയാണ്. ഒരു മിക്കവാറും നിങ്ങളും ഇത് അക്സെപ്റ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം നിങ്ങളുടെ മനസ്സിലും ഇതുണ്ട്, നിങ്ങൾക്കും പുതിയൊരു അറിവായിട്ടാണ് ഇത് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.